17 സംസ്ഥാനങ്ങളിലായി 51 സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ. തട്ടിപ്പിനായി ഉപയോഗിച്ചത് 26 ബാങ്ക് പാസ്ബുക്കുകളും നിരവധി ATM കാർഡുകളും മൊബൈൽ സിം കാർഡുകളും. മലപ്പുറം പൊന്നാനിയിലെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ പോലീസിന്റെ പിടിയിലായത് രാജ്യാന്തര തട്ടിപ്പുകാരനായ മലയാളിയാണ്. കൊല്ലം പെരുന്നാട് സ്വദേശി അമീർ വിവിധ വ്യക്തികളുടെ പേരിലുള്ള ബാങ്ക് പാസ്ബുക്കുകളും ATM കാർഡുകളും ഉപയോഗിച്ച് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളെന്നാണ് കണ്ടെത്തൽ. ഇയാളുടെ വിദേശ ബന്ധവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏജന്റ് വഴിയാണ് ഇടപാടുകളും തട്ടിപ്പുകളും നടത്തുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ വ്യക്തികളുടെ പേരിലുള്ള 26 ബാങ്ക് പാസ്ബുക്കുകൾ, നിരവധി ATM കാർഡുകൾ, മൊബൈൽ ഫോണുകൾ, സിം കാർഡുകൾ, ചെക്ക് ബുക്കുകൾ എന്നിവയുമായാണ് കൊല്ലം സ്വദേശി അമീർ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇയാൾക്കെതിരെ 17 സംസ്ഥാനങ്ങളിലായി 51 സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അനധികൃത ചീട്ടുകളി നടക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് പോലീസ് പൊന്നാനിയിലെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് അമീർ പിടിയിലായത്. ബാങ്ക് പാസ്ബുക്കുകളും ATM കാർഡുകളും അടക്കം കണ്ടെടുത്തതിനെ തുടർന്ന് പ്രതിയെ കൂടുതൽ അന്വേഷണത്തിനായി മലപ്പുറം സൈബർ പോലീസിന് കൈമാറുകയായിരുന്നു. പ്രതിയെ ദുബായിൽ നിന്നൊരാൾ ടെലിഗ്രാമിൽ ബന്ധപ്പെടുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ മലബാർ ഭാഗത്തുള്ള ഒരാളെ പരിചയപ്പെടുത്തുകയും ഏജന്റ് വഴി സാധാരണക്കാർക്ക് കമ്മീഷൻ നൽകി ബാങ്ക് അക്കൗണ്ടുകളും സിം കാർഡുകളും ATM കാർഡുകളും വാടകയ്ക്കെടുത്ത് അമീറിന് സ്ഥിരമായി എത്തിച്ചു നൽകുകയും ചെയ്തിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി. ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചാണ് സംഘം സാമ്പത്തിക ക്രമക്കേട് നടത്തിയിരുന്നത്. ഓൺലൈൻ തട്ടിപ്പ് പണം ഈ അക്കൗണ്ടുകളിലേക്കാണ് വന്നിരുന്നത്. ബിറ്റ്കോയിൻ വിവരങ്ങളുള്ള സ്ലിപ്പ് ദുബായിലുള്ള സംഘം അയച്ചു നൽകുകയും അതിനുള്ള ഇന്ത്യൻ കറൻസി അവർ പറയുന്ന ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ശേഷം ക്രിപ്റ്റോ കറൻസി ദുബായിലുള്ള ആൾക്ക് കൈമാറുകയും ചെയ്തിരുന്നതായും അമീർ മൊഴി നൽകിയതായി പോലീസ് പറയുന്നു. ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പിലെ കോടിക്കണക്കിന് രൂപ വിദേശത്തേക്ക് കടത്തിയിട്ടുള്ളതായും വ്യക്തമായിട്ടുണ്ട്. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം അമീറിനെ തൃശൂർ കൊരട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണത്തിനായി കൊരട്ടി പോലീസിന് കൈമാറി. വലിയ തട്ടിപ്പായതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണത്തിലെ പൂർണ്ണ വിവരങ്ങൾ വ്യക്തമാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 തിരൂർ. യാത്രക്കാരുടെ പേഴ്സോ ATM കാർഡോ ബസ്സിൽ കളഞ്ഞു കിട്ടിയാൽ പോലീസിനെ ഏൽപ്പിക്കുകയോ ഉടമയ്ക്ക് തന്നെ കൈമാറുകയോ ചെയ്യുന്ന കുറെ നല്ല ബസ് ജീവനക്കാരുണ്ട്. എന്നാൽ യാത്രക്കാരെ കൊള്ളയടിക്കുന്ന ചില ജീവനക്കാരെ കുറിച്ചും അറിയണം. കൊല്ലം പുനലൂരിൽ യാത്രക്കാരൻ്റെ ATM കാർഡിൽ നിന്ന് ഇങ്ങനെ പണം പിൻവലിച്ച ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലട ബസ്സിലെ ക്ലീനറും തിരുവല്ല സ്വദേശിയുമായ ജോബിൻ മാത്യുവിനെ പുനലൂർ പോലീസാണ് പിടികൂടിയത്. ഇയാൾ വിവിധ ATMകളിൽ നിന്ന് പലതവണയായി 40,000 രൂപയാണ് കവർന്നത്. ATM കാർഡ് മോഷ്ടിച്ച് പണം കവർന്ന കേസിലാണ് അറസ്റ്റ്. പുനലൂർ ബംഗളൂരു കല്ലട ബസ്സിലെ ക്ലീനറാണ് അറസ്റ്റിലായ തിരുവല്ല ആഞ്ഞിലിത്താനം സ്വദേശി ജോബിൻ മാത്യു. തൃശൂർ ചാലക്കുടി സ്വദേശി ജോൺ പൗലോസിന്റെ ATM കാർഡാണ് ഇയാൾ മോഷ്ടിച്ചത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ജോണും ഭാര്യയും 2024 സെപ്റ്റംബർ 29 രാത്രി ജോബിൻ ജോലി ചെയ്യുന്ന ബസ്സിൽ ചാലക്കുടിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോയിരുന്നു. അടുത്ത ദിവസം ഇതേ ബസ്സിൽ മടങ്ങിയെത്തുകയും ചെയ്തു. ദമ്പതിമാർ വീട്ടിൽ ചെന്ന് ബാഗ് പരിശോധിച്ചപ്പോൾ ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ സൂക്ഷിച്ചിരുന്ന പേഴ്സ് കാണാനില്ലായിരുന്നു. തുടർന്ന് ജോണിന്റെ ഫോണിലേക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചതായി സന്ദേശമെത്തി. യൂണിയൻ ബാങ്കിന്റെ പുനലൂർ ATMൽ നിന്നും 2 തവണ പണം പിൻവലിച്ചതായിട്ടാണ് ആദ്യം സന്ദേശം ലഭിച്ചത്. തുടർന്ന് അടൂരിൽ നിന്നും പണം പിൻവലിച്ചതായി സന്ദേശം ലഭിച്ചു. ഇത്തരത്തിൽ 4 തവണകളായി 40,000 രൂപ നഷ്ടപ്പെട്ടതായിട്ടാണ് ജോൺ പുനലൂർ പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ATM കൗണ്ടറുകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ഇതോടെ ജോബിൻ ഒളിവിൽ പോയി.
രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നിന്നും പ്രതിയെ പിടികൂടിയത്. ഇയാൾക്കെതിരെ മുൻപ് ഏതെങ്കിലും കേസുകളുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 പുനലൂർ.